ഏറ്റവും ഇൻ്റഗ്രൽ പാർട്ടാണ് എന്ന് അമിത്ഷാ പറയുന്നുണ്ട്. ഇൻ്റഗ്രൽ പാർട്ടെന്ന് പറഞ്ഞാൽ അവിഭാജ്യ ഘടകമാണ്. ഈ ജനത എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അവരുടെ സംസ്കാരം, അവരുടെ ട്രഡിഷൻ, അവരുടെ പാരമ്പര്യം, പൈതൃകം, ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ വികാസത്തിനും ഇന്ത്യയുടെ വൈവിധ്യത്തിനും ഒരു മുതൽക്കൂട്ടാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ മുൻപ് ഇത്തരത്തിലുള്ള പരിപാടി നടക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിപാടികളെല്ലാം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരത, ചുവപ്പൻ ഭീകരത അടിച്ചമർത്തി വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ആ അടിച്ചമർത്തലിൽ നിന്ന് ഇപ്പോൾ മോചിതമായിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളായിരുന്നു ഇതെല്ലാം. അതിൽ നിന്നെല്ലാം മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകളുടെ നിരന്തരമായ ഒരു ട്രെയിൻ അട്ടിമറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ട്രെയിൻ അട്ടിമറിക്കുക, CRPFകാർ വരുന്ന അവരുടെ കുഴിബോംബ് വെച്ച് അവരെ കൊല്ലുക, സ്കൂളുകൾ കത്തിക്കുക, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ ഇവയൊക്കെ ആക്രമിക്കുക, ഖനികൾ ആക്രമിക്കുക, അതുപോലെ തന്നെ ഈ പറയുന്ന കൃഷിയിടങ്ങൾ ആക്രമിക്കുക, എന്നിട്ട് അവിടുത്തെ ആൾക്കാരെയൊക്കെ കൊല്ലുക. ഇതൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് വയനാട്ടിൽ നടന്നിട്ടുള്ള അറിയാമല്ലോ. നമുക്ക് കേണിച്ചിറ എന്ന് പറയുന്ന പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരാളെ വെട്ടിക്കൊല്ലുകയും, ഒരു ജന്മി എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വെട്ടിക്കൊല്ലുകയും ഒക്കെ ചെയ്തതിൻ്റെ ചരിത്രമൊക്കെ നമുക്കിവിടെയുണ്ട്. അതെല്ലാ അധ്യായമെല്ലാം മാഞ്ഞുപോയി. ഇന്ന് ആ കേണിച്ചിറയിലുണ്ടായിരുന്ന സ്ഥലമൊക്കെ ഇന്നൊരു ഈ പറയുന്ന റിസോർട്ടും ഹോം സ്റ്റേയും അതുപോലത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ആ വീടുകൾ ചരിത്ര സ്മാരകവുമാണ്. അപ്പോൾ എന്തായാലും ചരിത്ര സ്മാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നടന്ന ഒരു സംഭവത്തിൻ്റെ ഓർമ്മപ്പെടുത്തുന്ന സ്ഥലമാണ്. അന്ന് അവിടുത്തെ കഥയിലൊക്കെ വെട്ടുകയൊക്കെ ചെയ്തിരുന്നു ഈ മാവോയിസ്റ്റുകൾ, അന്ന് നെക്സലൈറ്റുകൾ എന്നുള്ള പേരാണ്. കാരണം നെക്സലൈറ്റുകൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിഭജിച്ച് വന്ന ആൾക്കാരാണ്. CPIMൽ നിന്ന്, അതായത് CPIയിൽ നിന്ന് CPM പിളർന്നു. CPMൽ നിന്ന് ഒരു വിഭാഗം ചാരു മജുംദാർ, കനു സന്യാൽ, ജംഗൽ സന്താൽ തുടങ്ങിയ നേതാക്കളുടെയൊക്കെ നേതൃത്വത്തിൽ ഡാർജിലിങ്ങിലെ നക്സൽബാരി എന്ന് പറയുന്ന പ്രദേശത്ത് ഉണ്ടായ ഒരു ഭീകര മുന്നേറ്റമാണ്, ഭീകരരുടെ പ്രവർത്തനമാണ്. ആ ഭീകര പ്രവർത്തനമായിരുന്നു ഇന്ത്യയിലാകെ പിന്നീട് വ്യാപിച്ചതെന്നാണ്. ചൈനയുടെ പിന്തുണയോടുകൂടിയാണ്. ചൈന ഇങ്ങനെ കമ്മ്യൂണിസം എല്ലായിടത്തും പടർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ആ ഭീകരവാദം ഇങ്ങനെ തുടർന്ന് വന്നപ്പോഴാണ് കേരളത്തിലടക്കം എല്ലായിടത്തും അത് ബാധിച്ചത്.